GTHS ഷോളയൂരിലെ LP വിഭാഗം വിദ്യാർത്ഥികൾ പാഠ്യപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിഗംഭീരമായി നടത്തിയ പലഹാരമേള. വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നുചേർന്ന് 60ഓളം വിഭവങ്ങൾ അണിനിരത്തി. ഇതിനോടൊപ്പം തന്നെ വിഭവങ്ങളെല്ലാം രുചിച്ചു നോക്കാനുള്ള അവസരവും കുട്ടികൾക്ക് ലഭിച്ചു. പരസ്പര സ്നേഹം, പങ്കുവയ്ക്കൽ എന്നീ മൂല്യങ്ങളും മനോഭാവങ്ങളും ഇതിലൂടെ വിദ്യാർത്ഥികൾ സ്വായത്തമാക്കുന്നു. ചെങ്കതളി വാഴയില കീറിക്കൊണ്ട് അഞ്ചുമേഴും നല്ല കുമ്പിള് കുത്തിക്കൊണ്ട്, ചെങ്കതളി വാഴയില കീറിക്കൊണ്ട് അഞ്ചുമേഴും നല്ല കുമ്പിള് കുത്തിക്കൊണ്ട്, ഒരു കൈയിലോ നല്ല ഉന്നക്കായും മറു കൈയിലോ നല്ല അരിയടയും, ഒരു കൈയിലോ നല്ല ഉന്നക്കായും മറു കൈയിലോ നല്ല അരിയടയും, ചെങ്കതളി വാഴയില കീറിക്കൊണ്ട് അഞ്ചുമേഴും നല്ല കുമ്പിള് കുത്തിക്കൊണ്ട്, അമ്മ തന്ന ജിലേബിയിൽ മധുരമുണ്ടേ, ചേച്ചി തന്ന ലഡുവിലും മധുരമുണ്ടേ, അമ്മ തന്ന ജിലേബിയിൽ മധുരമുണ്ടേ, ചേച്ചി തന്ന ലഡുവിലും മധുരമുണ്ടേ, ആ മധുരം ഞങ്ങൾ പങ്കുവച്ചേ, മധുരത്തിൻ സ്നേഹം തുളുമ്പി വന്നേ, ചെങ്കതളി വാഴയില കീറിക്കൊണ്ട് അഞ്ചുമേഴും നല്ല കുമ്പിള് കുത്തിക്കൊണ്ട്, രാഗിപ്പുട്ടുമായി പാട്ടി വന്നേ, മൂപ്പൻ വന്നേ വന്നേ സ്നേഹവുമായി, രാഗിപ്പുട്ടുമായി പാട്ടി വന്നേ, മൂപ്പൻ വന്നേ വന്നേ സ്നേഹവുമായി, ഒന്നാണ് നമ്മൾ ഒന്നാണ് നമ്മൾ, കരുതലും തുണയും എന്നുമുണ്ടേ, പലഹാരത്തിൻ മേള പലഹാരമേള, എണ്ണിയാൽ തീരാത്ത സ്നേഹമേള, ഷോളയൂർ സ്കൂളിൻ്റെ സ്നേഹമേള, ഗുരു ശിഷ്യ ബന്ധത്തിൻ സ്നേഹമേള, ഗുരു ശിഷ്യ ബന്ധത്തിൻ സ്നേഹമേള, ഷോളയൂർ സ്കൂളിൻ്റെ സ്നേഹമേള. എല്ലാ ഭക്ഷണങ്ങളും രുചിച്ചു നോക്കും. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ് കേട്ടോ. ചിലത് മധുരമാണ്, ചിലത് എരിവാണ്, ചിലത് പുളിയാണ്. അപ്പൊ പലരുടെ രസങ്ങളുണ്ട് അല്ലേ? നമ്മുടെ നാവില് ഈ വിവിധ രസങ്ങളൊക്കെ നമുക്ക് പകരണം, രുചിക്കണം അല്ലേ? അതോടൊപ്പം ഈ പലഹാരമേളയ്ക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഇത്രയും പലഹാരം ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പറ്റിയോ? സ്കൂളിൽ വന്നിട്ട് ഇതുവരെയെങ്കിലും ഇങ്ങനെ കാണാൻ പറ്റിയോ? ഇല്ല, ഇപ്പോഴാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിയല്ലേ? എന്ത് രസമായിരിക്കുന്നു. ഓരോ വീട്ടിൽ നിന്നും ഓരോ അമ്മമാരും ഉണ്ടാക്കി തന്ന മധുര പലഹാരങ്ങള് നമ്മൾ ഒരുമിച്ചിപ്പം കാണുകയാണ് അല്ലേ? അപ്പോഴ് ഈ ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും കരുതുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നതൊക്കെയാണ് ഇതിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് നന്നായിട്ട് ഇത് ആഘോഷിക്കാം അല്ലേ? എല്ലാവരും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കണ്ടുവച്ചോ? കണ്ടുവച്ചു അല്ലേ? അല്ലേ?
വെള്ളം കോരി കപ്പൽ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോ ഇതുപോലത്തെ ഒരു പരിപാടി നമ്മുടെ സ്കൂളില് അതേറ്റല്ലേ അതായത് പലകാരമേള ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ നടത്തിയിട്ടില്ല. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാ? അമ്മമാർക്കും കൊണ്ടുവന്ന കുട്ടികൾക്കും പിന്നെ നമ്മുടെ സ്കൂളിലും അല്ലേ? അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. എല്ലാ അധ്യാപകർക്കും എല്ലാ കുട്ടികൾക്കും ഒന്നും കൂടെ ആശംസ നൽകുന്നു. ടീച്ചേഴ്സ് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്